ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിനി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബദരീങ്ങള ആണ്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് വൈകിപ്പോയി, അതിൻ്റെ മുന്നേ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മളെ മക്കൾസ് 2 പേരും ഉറങ്ങാണ് കേട്ടോ. ഞാനിതേ പിന്നെ പഠിച്ചൊക്കെ എണീറ്റിട്ട് പിന്നെ കടന്നിട്ടില്ല കേട്ടോ. പിന്നെ ഓത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നിത് അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മുറ്റത്ത് കച്ചറൊന്നുമില്ല കേട്ടോ. ഇന്നലെ രാവിലെ വൈകുന്നേരം മുറ്റടിച്ചു വരും, അതുകൊണ്ടാട്ടൊന്ന് മുറ്റത്ത് കച്ചറില്ലാത്ത. അതിന് ശേഷം ഇത് ഞാൻ പള്ളിക്ക് കൊടുത്തയക്കാനുള്ള പത്തിരി വാട്ടുകയാണ് കേട്ടോ. പത്തിരി നേരത്തെ തന്നെ ഉണ്ടാക്കുന്നത് എന്താ പറയുക, കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ അതല്ല, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മൗലൂദ് തുടങ്ങും കേട്ടോ. അതിന് ശേഷം പിന്നെ പത്തിരിയൊക്കെ കൊടുക്കൽ തുടങ്ങുകയും ചെയ്യും. അതാണ് കേട്ടോ നേരത്തെ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ അടുത്തുള്ള പള്ളിക്കല്ല കേട്ടോ, ഇത് നമ്മുടെ മഹല്ല് പള്ളിൻ്റെ കുറച്ച് മുകളിൽ അവിടേക്കാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ പത്തിരി ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷിബിലിമോനൊക്കെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നതാണ് കേട്ടോ. പിന്നെ കുറച്ചാണിട്ട് ഉണ്ടാക്കുന്നുള്ളൂ, പള്ളിക്ക് കൊടുത്തേക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ പൊടി. പക്ഷേ അതിൽ കൂടുതലായും ചെയ്തിട്ട് ഉണ്ടാക്കി വന്നപ്പോഴേക്ക് അങ്ങനെ അപ്പോഴേക്കും പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ് കേട്ടോ. ഇതിപ്പോൾ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം 2 പാൻ അങ്ങോട്ട് വെച്ച് വിട്ടാൽ 2ലും കൂടി ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കഴിയില്ലോ എന്ന് വെച്ചിട്ടാ 2ലും കൂടി പത്തിരി ചുടുന്നത്. ബദരീങ്ങള ആണ്ടിനാണ് കേട്ടോ എന്നും മൂത്തച്ഛൻ്റെ വീട്ടിലും പറക്കൽ. അപ്പോൾ ഇന്ന് പിന്നെ മൂത്തച്ഛൻ്റെ വീട്ടിലും പറക്കലാണ്. അപ്പോൾ പിന്നെ കുറച്ച് പത്തിരി മതിയിട്ട് പിന്നെ ഇവിടെയൊക്കെ കുറച്ച് പത്തിരി ഉണ്ടാക്കി കൊണ്ടുപോകണം കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു 4 പത്തിരിയും പിന്നെ 2-3 പൊറാട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ കൂടെ. അങ്ങനെയാണ് കേട്ടോ ഇവിടെ കിട്ടാറ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറി ഉണ്ടാവും കേട്ടോ. അപ്പോഴേക്കും ഇതേ പത്തിരി ചുട്ട് പിന്നെ നമ്മൾ പത്തിരിപ്പണിയാണ് കഴിഞ്ഞു കേട്ടോ. പിന്നെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് അടിച്ചു വാരലും കഴിഞ്ഞു കേട്ടോ. എന്നിപ്പോൾ നോമ്പ് തുടങ്ങിയതല്ലേ, എത്ര പെട്ടെന്ന് അപ്പോൾ കഴിഞ്ഞു പോയത്. ബദരീങ്ങൾ ആണ്ടായതുകൊണ്ട് നല്ല ദിവസം കൂടിയല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഫിനിമോൾ നോമ്പെടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഫിനിമോൾക്ക് ഇന്ന് 4ാമത്തെ നോമ്പ് കൂടിയാണ്. അതിനുശേഷം പത്തിരി വാട്ടിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ. അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചു. പിന്നെ അത് തുടക്കൽ തുടങ്ങി കേട്ടോ. ഇന്ന് 2 പേരും ആ റൂമിലോട്ടാണ് കിടന്നിട്ടുള്ളത്. ഇന്ന് ഈ റൂം ഫ്രീ ആണ്. ചില സമയത്ത് 2 പേരും അവിടെ കിടക്കും കേട്ടോ, ചില സമയത്ത് ഇവിടെ കിടക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ കിടത്തും. പിന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയരുത്, എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അത് തുടക്കുന്നതിൻ്റെ കൂടെ തന്നെ മെഷീനിൽ അലക്കാനുള്ള ഇട്ടും ചെയ്തു കേട്ടോ. എത്ര അലക്കാനുള്ളത് മെഷീനിലിട്ട് കഴിഞ്ഞാലും ഉണ്ടാവും. കല്ലുമ്മ അലക്കാനുള്ളത് വേറെ കേട്ടോ, അതായത് സ്കൂളത്തെ യൂണിഫോം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അതുണ്ടെന്നുണ്ടെങ്കിൽ ചളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും കേട്ടോ കല്ലുമ്മ അലക്കാനുള്ളത്. അങ്ങനെ അതൊക്കെ മെഷീനിലിട്ടുകൊണ്ട് പിന്നെ വീണ്ടും പോയിട്ട് തുടക്കാൻ. അപ്പോൾ അതിന് ശേഷം വന്നപ്പോഴേക്കും ഇത് അലക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഒക്കെ ഒലുമ്പി എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം കല്ലുമ്മ അലക്കാനുള്ളതും അലക്കാണ്. മെഷീനിലിട്ട് അലക്കുന്നതൊക്കെ നിർത്തേണ്ടി വരുന്നിട്ട് തോന്നുന്നു. കാരണം ഈ പ്രാവശ്യം വെള്ളം നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം നമുക്ക് ഇതുപോലെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരാറില്ല കേട്ടോ. ഇപ്രാവശ്യം നല്ലോണം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മെഷീനിലാണെന്നുണ്ടെങ്കിൽ അലക്കുമ്പോൾ കൂടുതൽ വെള്ളം വേണ്ടേ. അങ്ങനെ അത് കല്ലിലിട്ട് അലക്കലും കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഒക്കെ ഒന്ന് ഒലുമ്പാണ് കേട്ടോ. ഇന്ന് പിന്നെ കല്ലിലിട്ട് അലക്കാനുള്ളത് പിന്നെ ഇക്കാൻ്റെ വെള്ളത്തുണി ഷർട്ടൊക്കെയാണ് കേട്ടോ. അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സ്പോട്ടിൽ തന്നെ ഉണക്കുകയും ചെയ്തു. പിന്നെ അത് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തു കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് നാളത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ പറക്കുന്ന വീഡിയോ കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പറക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ്. അങ്ങനത്തെ കുട്ടികളാരും പോലെ പൈപ്പാസൊക്കെ ക്ലീനാക്കിയത്, തുടപ്പൊക്കെ അലക്കി വെച്ചു. അതിന് ശേഷം ഇത് ഈ ചെറിയൊരു കൊട്ടത്തോളം കേട്ടോ ഇവിടെ, അതൊന്ന് കഴുകാണ് കേട്ടോ. അങ്ങനത്തെ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ചിട്ട് അതിന് ശേഷം ഇതാണ്ടോ മൂത്തച്ഛൻ്റെ വീട്. ഇവിടെയാണ് കേട്ടോ പറക്കൽ. അങ്ങനെ പറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇത് നമ്മൾ ഷിബിലിമോന് പള്ളിയിൽ നിന്ന് കിട്ടിയ പത്തിരിയും പൊറാട്ടയും പിന്നെ കറിയും കൊണ്ടുവന്ന് വെച്ചാട്ടോ. മൂത്തച്ഛൻ്റെ വീട്ടിലെ പറക്കലായതുകൊണ്ട് ഇതൊന്നും കഴിക്കാനും പറ്റില്ല കേട്ടോ. പിന്നെ അതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ് ഞങ്ങൾ കിടന്നിറങ്ങിയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.